Welcome to the Bible Study Series. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ വേദപണ്ഡങ്ങൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. You will be tremendously blessed. These are powerful teachings that will transform and change your life. You will be revolutionized and you will be a person who makes great impact in these end times. കരുത്തോടെ ഈ അന്ത്യനാളുകളിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ വേദപണ്ഡങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇന്ന് നാം എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ് നാം ചിന്തിക്കുവാനും പഠിക്കുവാനും പോകുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. Reading in Ephesians chapter 2 verse 10, for we are his workmanship, created in Christ Jesus for good works, which God prepared beforehand that we should walk in them. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചും പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായ നമ്മെ ദൈവം എങ്ങനെയാണ് രക്ഷിച്ചത്, ദൈവത്തിൻ്റെ മഹാരക്ഷയെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹാസ്നേഹവും ദൈവത്തിൻ്റെ ഉദ്ധാരണത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ നാം ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നു. അമേസിംഗ് ഗ്രേസ്, സോ ഗ്രേറ്റ് എ സാൽവേഷൻ. അതെ, പാപത്തിൽ മരിച്ചവരായ നമ്മെ ദൈവം ജീവിപ്പിച്ചു, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ആ രക്ഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച്, ആ വലിപ്പത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് നാം ചിന്തിക്കുവാനും പഠിക്കുവാനും ഇടയായിത്തീർന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യത്തിൽ നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. കൃപയാൽ അത്രേ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നമ്മൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. ആരും ദൈവത്തിന് മുമ്പാകെ പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും കാരണമല്ല. Ephesians chapter 2 verse 8 and 9, for by grace you have been saved through faith, and this is not your own doing, it's a gift of God, not a result of works, so that no one may boast. 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ദൈവത്തിന്റെ കൈപ്പണിയായി കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് പുതിയ സൃഷ്ടികളായി വീണ്ടും ജനിച്ചിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ദൈവത്തിന്റെ കൈപ്പണിയാകുന്നു. That we are God's workmanship. നാം ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്? നാം ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കുന്നു. We are his workmanship. പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലും അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് that we are God's masterpiece, that we are God's greatest creation, that we are God's greatest accomplishment, that we are God's greatest making. ഒരു ശില്പിയുടെ ഏറ്റവും വലിയ ക്രിയേഷൻ എന്തായിരിക്കുന്നു, അതുപോലെയാണ് ഈ രക്ഷയുടെ പ്രവൃത്തി ദൈവം നമ്മളിൽ ചെയ്തെടുത്തിട്ട് നമ്മെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. നാം ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കുന്നു. We are God's masterpiece. We are God's creative genius. We are God's accomplishment. We are God's making. We are his greatest poetry. We are his greatest story. അത്ര വലിയ ഒരു രക്ഷയുടെ പ്രവൃത്തിയാണ് ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായി തീർന്നിരിക്കുന്നു. If anyone is in Christ, he is a new creation. The old things have passed away. Everything, behold, everything has become new. സഭയാകുന്ന നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നാം ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കുന്നു. We are individually and corporately as a church God's workmanship. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കണ്ണുകളിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മാസ്റ്റർ പീസസ് ആണ്, ദൈവത്തിന്റെ മാസ്റ്റർ ക്രിയേഷൻസ് ആണ്. രണ്ടാമത്തെ ആ ഒരു മനസ്സിലാക്കൽ, ദൈവം നമ്മെ ഇതുപോലുള്ള മാസ്റ്റർ പീസസ് ആക്കി തീർത്ത് എന്തിനാണ്? സൽപ്രവർത്തികൾക്ക് വേണ്ടി. സൽപ്രവർത്തികളെ ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്യുവാൻ ദൈവം നമ്മെ അങ്ങനെ ദൈവത്തിന്റെ കൈപ്പണിയായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ നമ്മെ രക്ഷിക്കുകയില്ല. കർമ്മമാർഗത്തിലൂടെ ഉള്ള ഒരു രക്ഷയല്ല ദൈവത്തിന്റെ വഴി. We are not saved by works. Good deeds and good works do not save us, but we are saved for doing good works. അത് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. പുണ്യപ്രവൃത്തികൾ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയില്ല, നമുക്ക് മോക്ഷം, നിത്യജീവൻ നൽകുകയില്ല. പക്ഷെ ദൈവം
നമ്മെ രക്ഷിച്ചത് എന്തിനാണോ, ദൈവം നമ്മെ എന്തിനാണ് രക്ഷിച്ചത്? സൽപ്രവർത്തികളെ ചെയ്യേണ്ടതിന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. നാണയത്തിന്റെ രണ്ട് വശം പോലെ ഈ രണ്ട് സത്യങ്ങളും നാം ഒരേപോലെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്, പുണ്യപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 6 പറയുന്നു, ദൈവത്തിന് മുമ്പാകെ നാം എല്ലാവരും അശുദ്ധരെ പോലെയാണ്, നമ്മുടെ നീതി പ്രവർത്തികളൊക്കെയും ദൈവത്തിന് മുമ്പാകെ കറവുരണ്ട തുണി പോലെയാണ്. That all our righteous deeds are like filthy rags before God. അപ്പോൾ നാം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നാം അശുദ്ധരാണ്, നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കറവുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ട്, പുണ്യപ്രവൃത്തി കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ രക്ഷ നേടിയെടുക്കുവാൻ കഴിയില്ല, നമുക്ക് നിത്യജീവൻ നേടിയെടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെണീറ്റു. തന്റെ ആ വിശുദ്ധ രക്തത്തിന്റെ വിലയായി ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, നമ്മെ രക്ഷിച്ചിരിക്കുന്നു, നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം നാം മനസ്സിലാക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാം നാം വായിക്കുന്നത്, ന്യായപ്രമാണ പ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. Without the shedding of blood there is no remission of sins. Yes, without the shedding of blood there is no remission of sins. രക്തം ചീന്താതെ നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിമോചിക്കുവാൻ കഴിയുകയില്ല. വിത്തൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഇസ് നോ റെമിഷൻ ഓഫ് സിൻസ്. അതുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന, പകരക്കാരനായി തീർന്ന, മനുഷ്യന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു നമുക്ക് വേണ്ടി തന്റെ രക്തത്തെ ചീന്തി. ആ രക്തത്തിന്റെ വിലയാണ് നമ്മുടെ രക്ഷയും നമ്മുടെ വീണ്ടെടുപ്പും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്, നമ്മുടെ നീതി പ്രവർത്തികൾ, നമ്മുടെ പുണ്യപ്രവർത്തികൾ നമ്മെ രക്ഷിക്കുകയില്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നാം കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. ദൈവത്തിന്റെ മുമ്പാകെ ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളും കാരണമല്ല. So we are not saved by good works and good deeds, but God saves us for good works. ദൈവത്തിന്റെ കൈപ്പണിയായി ദൈവം നമ്മെ വീണ്ടെടുത്ത്, ദൈവം നമ്മെ രക്ഷിച്ചത്, ഈ രൂപാന്തരത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്നത് നല്ല പ്രവൃത്തികളെ നാം വെളിപ്പെടുത്തുവാനാണ്. നമ്മുടെ 2ാമത്തെ പോയിന്റിലേക്ക് നാം വരികയാണ്. എന്തിനാണ് നമ്മെ ദൈവം രക്ഷിച്ചത്? നല്ല പ്രവൃത്തികളുടെ പ്രാധാന്യത ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയാണ്, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? അതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവം നമ്മെ വീണ്ടെടുത്തത് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ നാം പുതിയ സൃഷ്ടിയായി. ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് ഈ രക്ഷയിലൂടെ ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം നാം വായിക്കുന്നു, ദൈവം വലിയ ഒരു പ്രവൃത്തി നമ്മളിൽ ചെയ്തു. ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം തന്നു. കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി മാംസമായ ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ രക്ഷയിൽ, ഈ പുതിയ സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ രക്ഷയുടെ പ്രവൃത്തിയിൽ നമ്മൾ സംഭവിച്ചിരിക്കുന്ന മഹാ അത്ഭുതമാണ്. It's the miracle of all miracles that God did something great and amazing in the work of new creation, in the work of salvation, when he redeemed us by his spirit. ഒന്ന്, ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് തന്നു. ദൈവത്തിന്റെ വചനത്തെ, കൽപ്പനകളെ, ദൈവത്തിന്റെ ഹിതത്തെ, ഇഷ്ടത്തെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ, സെൻസിറ്റീവ് ആയിരിക്കുവാൻ കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി മാംസമായിരിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവം നമുക്ക് നൽകി. അത് മാത്രമല്ല, ദൈവം നമുക്ക് പുതിയൊരു ആത്മാവിനെ തന്നു. നമ്മുടെ പഴയ ആത്മാവിനെ മാറ്റി പുതിയ ഒരു ആത്മാവിനെ, ദൈവത്തിന്റെ സ്വഭാവമുള്ള, കഴിവുള്ള, ദൈവത്തിന്റെ നേച്ചറുള്ള, ദൈവത്തിന്റെ എബിലിറ്റിയുള്ള ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. Yes, God gave us a new spirit after the order of God, with the same ability, nature and character of God, with the same divine DNA of God. He gave us a brand new spirit. ഒരു പുതിയ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. So we are a royalty. ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ സ്വഭാവമുള്ളതുപോലെ ആ സ്വഭാവത്തെ പ്രകടിപ്പിക്കുവാൻ, മാനിഫെസ്റ്റ് ചെയ്യുവാൻ ദൈവം പുതിയ ഒരു ആത്മാവിനെ നമുക്ക് നൽകി. അത് മാത്രമല്ല, ദൈവം നമ്മെ ദൈവത്തിന്റെ മന്ദിരമാക്കി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വസിപ്പിക്കുമാറാക്കി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടേണ്ടതിന്, നമ്മളിലൂടെ ലോകം ദൈവത്തെ അറിയേണ്ടതിന്, ദൈവത്തിന്റെ സ്വഭാവത്തെ, സ്നേഹത്തെ അറിയേണ്ടതിന് ദൈവം ഈ വലിയ രക്ഷയുടെ പ്രവൃത്തി നമ്മളിൽ ചെയ്തു. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. He is a brand new creature. He is a miracle creation. He is a God creation. He is a heavenly creation. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കുന്നു. We are God's master creation. We are God's masterpiece. We are God's
workmanship created for good works. സൽപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ കള്ളത്തരവും ദുഷ്ടതയും അനീതിയും അധർമ്മവും വഞ്ചനയും ചതിയും അധർമ്മവും വ്യാപരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ട നാം, രക്ഷിക്കപ്പെട്ട നാം, വീണ്ടും ജനിച്ച നാം, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ, ദൈവത്തിൻ്റെ നീതിയെ, ന്യായത്തെ, കരുണയെ, സ്നേഹത്തെ, സത്യസന്ധതയെ നാം വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിന്റെ പത്രങ്ങളായി ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ വരച്ചു കാട്ടുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികൾ, നല്ല സ്വഭാവം, ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഭൂമിയുടെ ഉപ്പുമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് ബൈ യുവർ ഗുഡ് വർക്ക്സ്. Let people know your heavenly Father and may they glorify your Father in heaven. അതെ, നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തികൾ, ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മളിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, നാം ദൈവത്തിൻ്റെ കൈപ്പണിയായിരിക്കുന്നു. സൽപ്രവർത്തികൾക്കായി, നല്ല പ്രവർത്തികൾക്കായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 11-14 വരെയുള്ള വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രേത്തിലുള്ള സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളാണ്. തീത്തോസിനോട് പറയുകയാണ്, നീ ഇത് സഭാമക്കളെ പഠിപ്പിക്കണം എന്ന് ഉള്ള ഭാഗങ്ങൾ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-14 വരെയുള്ള വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. In the book of Titus chapter 2 verse 11-14 reading, the grace of God has appeared bringing salvation to all people. അതുകൊണ്ട് സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു ജനത്തെ പുറത്തെടുക്കുവാൻ യേശു തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. A people who are zealous for good works. അതെ, നാം ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കുന്നു. സൽപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് നിർദ്ദേശം കൊടുക്കുകയാണ്. എഫേസ്യ സഭാമക്കളെ പഠിപ്പിക്കുവാനായിട്ടുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി തീരണം എന്ന് അവരെ നിർദ്ദേശിച്ച് പഠിപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് നിർദ്ദേശം കൊടുക്കുകയാണ്. That they are to do good, the believers are to do good, they have to be rich in good works, to be generous, ready to share, thus storing up treasure for themselves as a good foundation for the future, so that they may take hold of that which is truly life. സൽപ്രവർത്തികൾ നിറഞ്ഞു വരുവാൻ നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭാ മക്കൾക്ക്. അതെ, നാം ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയില്ല. അതിന്റെ മറുവശം എന്താണ്? ദൈവം നമ്മെ രക്ഷിച്ച്, ദൈവം നമ്മെ വീണ്ടെടുത്ത്, ദൈവം നമ്മെ പുതിയ സൃഷ്ടികളാക്കി, നാം ദൈവത്തിന്റെ മിറക്കിൾ ക്രിയേഷനായി ദൈവം നമ്മെ മാറ്റിയത് എന്തിനാണ്? സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ, ദൈവത്തെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന, ലോകത്തിന്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി നാം വിളങ്ങേണ്ടതിന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെ കാത്തുകൊള്ളുന്നതും ആകുന്നു. Religion that is pure and undefiled before God the Father is this, to visit orphans and widows in their affliction and to keep oneself unstained from the world. വിധവമാരെയും അനാഥരെയും അനീതി അനുഭവിക്കുന്നവർ,
പീഡനം അനുഭവിക്കുന്നവരെ, സങ്കടത്തിൽ കൂടെ, വേദനയിൽ കൂടെ, ദുഃഖത്തിൽ കൂടെ, പ്രതികൂല അവസ്ഥകളിൽ കൂടെ പോകുന്ന അവരെ കാക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, ഒരു നല്ല സമരിയക്കാരനെ പോലെ മറ്റുള്ളവരുടെ ദുഃഖം, വിഷമം, വേദനകൾ അത് കണ്ട് അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുണയും വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ സൽപ്രവർത്തികളിൽ തികഞ്ഞു വരുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ദൈവം പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സൽപ്രവർത്തികൾ നിറഞ്ഞു വരുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം പുറത്തെടുക്കുവാനാണ് വിശുദ്ധാത്മാവ് നമ്മൾ വ്യക്തിപരമായിട്ടും ദൈവസഭയിലും പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്. So good works do not save us, but we are saved for good works. സൽപ്രവൃത്തി കൊണ്ട് നാം രക്ഷിക്കപ്പെടുന്നില്ല, പക്ഷേ ദൈവം നമ്മെ രക്ഷിച്ചത്, ദൈവം നമ്മെ വീണ്ടെടുത്തത്, ഈ വലിയ രൂപാന്തരത്തിന്റെ പ്രവൃത്തി, രക്ഷയുടെ പ്രവൃത്തി ദൈവം നമ്മിൽ ചെയ്തെടുത്തത് സൽപ്രവൃത്തികളെ, ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ നന്മയെ, ദൈവത്തിന്റെ ആ സ്നേഹത്തെ, കരുണയെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ, ഈ സത്യങ്ങൾ ഈ അന്ത്യനാളുകളിൽ വിശുദ്ധിയോട്, വേർപാടോട് കത്തുന്ന ജ്യോതിഷികളായി, അന്ധകാരം നിറഞ്ഞ്, ദുഷ്ടത നിറഞ്ഞ്, അധർമ്മം നിറഞ്ഞ്, അനീതിയും കള്ളത്തരവും കപടതയും വഞ്ചനയും ചതിയും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിന്റെ വെളിച്ചങ്ങളായി, ദൈവത്തിന്റെ ജ്യോതിഷികളായി ശോഭിക്കേണ്ടതിന് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് നമുക്കൊന്ന് സ്വീകരിക്കാം, നമ്മളെ ഏൽപ്പിക്കാം, ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. May the Lord God bless you with the revelation of these words, that in these end times that you will be one who displays the goodness and the good works of God, calling people to repentance and displaying the workmanship, the masterpiece creation of God to this generation. So God bless you. ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. God bless you.